ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു സമാസ് വേൾഡ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടിയിട്ട് വിഷു ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ടായത് ബീട്രൂട്ട് പച്ചടിയും അതുപോലെ ശർക്കര പായസം എന്താണ് ചെറുപയർ പായസം എന്നൊക്കെ പറയും, നമ്മുടെ നാട്ടിൽ പ്രഥമൻ എന്നൊക്കെ പറയും, അതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാമെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ 1 കിലോ ശർക്കരയും. അത് ഞങ്ങൾക്ക് ഫസ്റ്റ് കണക്ക് കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ചെറുപയർ പരിപ്പ് നമുക്ക് എന്തൊക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇതേപോലെ നല്ലോണം റോസ്റ്റാക്കി എടുക്കണം. റോസ്റ്റാക്കുന്ന തീ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വറുത്തെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ഗോൾഡ് പരിപ്പൊക്കെ കൂടിയിട്ട് ഈ ഒരു കളറായിട്ട് വരും, ജസ്റ്റ് യെല്ലോ കളറിൽ നിന്ന് മാറിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് പരിപ്പ് ഇതുപോലെ മാറ്റി വെക്കണം. ഞാൻ അവസാനം പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഇനി നമുക്ക് എന്താക്കാം, ഈ വറുത്ത പരിപ്പ് നല്ലോണം വാഷ് ചെയ്യണം. നല്ലോണം വാഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മളിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. പരിപ്പൊന്ന് 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ 1 കിലോ പരിപ്പാണ് എൻ്റെ എടുത്തിട്ടില്ലേ, അപ്പോൾ ഞാൻ 2 കുക്കറിലാക്കിയിട്ട് ഈ പരിപ്പ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പരിപ്പ് നല്ലോണം ഈ കാണിക്കുന്ന പരിപ്പ് മുങ്ങുന്ന ടൈം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ 2 കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താക്കുക, ഇതുപോലെ ആക്കിയിട്ട് ഒരു കുക്കറിലെ പരിപ്പ് 15 മിനിറ്റും വേവിച്ചെടുക്കണം, ഒരു കുക്കറിലെ പരിപ്പ് 10 മിനിറ്റും വേവിച്ചെടുക്കണം. നമ്മൾ ഈ പ്രഥമന് പരിപ്പ് പായസം തേങ്ങാപ്പാലാണ് ഉണ്ടാക്കാൻ. അപ്പം തേങ്ങാപ്പാലിൻ്റെ ഒരു 3 തേങ്ങൻ്റെ പാലെടുത്തിട്ടുണ്ട്. അപ്പം എന്താണ്, 1-ാം പാൽ മാറ്റി വെക്കുക. അതിന് ശേഷം 2-ാം പാലും 3-ാം പാലും കൂടി മിക്സ് ആക്കിയിട്ട് വെക്കുക. അപ്പം നമ്മൾ കുക്കറിൽ ഞാൻ പറഞ്ഞില്ലേ 15 മിനിറ്റും 10 മിനിറ്റും ആണ് പരിപ്പ് വേവാൻ വെക്കേണ്ടത്. അപ്പോൾ 10 മിനിറ്റ് വെച്ച പരിപ്പ് ജസ്റ്റ് ഒരു കടിക്കൊക്കെ ചെയ്യും. അപ്പം നമ്മൾ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് 10 മിനിറ്റ് കൊണ്ട് വേവിച്ച പരിപ്പ് മാറ്റിയിട്ടുണ്ട്. ഞാൻ അതിലോട്ടേക്ക് നമ്മൾ എന്താക്കാൻ 2-ാം പാലും 3-ാം പാലും ഇതാക്കിയിട്ടില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം, നല്ലോണം കുറുക്കിയെടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന പോലെ നല്ലോണം മിക്സാക്കി കൊടുക്കണേ. അതിന് ശേഷം എന്താക്കാം, നമ്മൾ 15 മിനിറ്റ് വേവിച്ച പരിപ്പില്ലേ, അതും ഇതിലോട്ടേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കിലോ പരിപ്പിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ 1/2 കിലോനായാലും നിങ്ങൾ അതിനനുസരിച്ച് മാറ്റി എടുക്കണം. ഓക്കെ, നമ്മളതിന് മറ്റേ 15 മിനിറ്റ് വേവിച്ച പരിപ്പും മറ്റേ അതിലേക്ക് കൂട്ടിലേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി നമുക്ക് ശർക്കര പാനി ഉരുക്കിയെടുക്കണം. 1 കിലോ ശർക്കര ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കുക. അതിനുശേഷം ശർക്കര അരിച്ചെടുക്കണം. ഓക്കെ, ശർക്കര കാരണം എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ ഈ കൂട്ടിലേക്ക്, ഈ മിക്സാക്കിയ പരിപ്പിൻ്റെ കൂട്ടിൽ അതിലോട്ടേക്ക് നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലോണം മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ പരിപ്പും ശർക്കരയൊക്കെ കൂടി നല്ലോണം മിക്സാക്കി വരണം. ഓക്കെ, ഞാൻ ഈ പരിപ്പ് 15 മിനിറ്റും 10 മിനിറ്റും വേവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പായസമൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കടിപ്പൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒക്കെ നല്ല രസം ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപ്പ് ഇങ്ങനെ വേവിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 10 ഏലക്കായ എന്തൊക്കെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, കണ്ട ഇപ്പോൾ പായസം കണ്ടില്ലേ, നല്ലൊരു പരിപ്പ്, ഇങ്ങനെ ചെറിയ ചെറിയ പരിപ്പുകൾ ഇങ്ങനെ അവിടെ ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഏലക്കായ ഒരു 10 ഏലക്കായ എടുത്തിട്ട് നല്ലോണം ചതച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മളെന്താ ചെയ്യണം, ഇതിൽ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ. അതായത് നമ്മൾ മധുരമില്ലേ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പം കണ്ടില്ല, എല്ലാം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ 2-ാം പാൽ മാത്രം ഒഴിച്ചിട്ടില്ല തേങ്ങേൻ്റെ, 1-ാം പാൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ 1-ാം പാൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ, നല്ലോണം നമ്മൾ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എന്താക്കണം, ഫ്ലെയിം ഓഫ് ആക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ലോണം എല്ലാ ഭാഗത്തും നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഫ്ലെയിം ഓഫ് ആക്കാം. ഓക്കെ, ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിളക്കേണ്ടൊന്നും ആവശ്യമില്ല. ഞാനിപ്പം ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,
ഒന്നാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. ഈ പായസവും ഈ ഒന്നാം പാലും കൂടിയിട്ട് നല്ലോണം മിക്സാക്കാം. അപ്പോൾ നല്ലോണം മിക്സാക്കി ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, തൂമിക്കാൻ വേണ്ടിയിട്ട് കാച്ചി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലോട്ടേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് പരിപ്പില്ലേ, കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടില്ലേ, അത് ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബ്രൗൺ കളറാക്കി എടുക്കുക, ഈ കാണിക്കുന്ന പോലെ. അതിനുശേഷം അതിലോട്ടേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും നല്ലോണം ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് വറുക്കാം. അതിനുശേഷം നമ്മുടെ മുന്തിരിയില്ലേ, റസ്നസും ഉണക്കമുന്തിരി അതിട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ ആ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ആക്കാൻ വെച്ചാൽ നല്ല അടിപൊളി പ്രഥമൻ, അതായത് പരിപ്പ് പായസം എന്നൊക്കെ പറയും. ചെറുപയർ പരിപ്പ് പായസം, ഓരോ ഭാഗത്ത് ഓരോ ഇതാ പറയുന്നത്. പരിപ്പ് പായസം, ചെറുപയർ പരിപ്പ് പായസം, പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പ്രഥമൻ എന്നാണ് പറയാൻ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പരിപ്പ് മാറ്റി വെച്ചെന്നറിയോ, നല്ലോണം നമ്മളെ കയ്യിൽ നിന്ന് പരിപ്പ് നല്ലോണം വെന്ത് പോയിനെങ്കിൽ ഈ പരിപ്പ് ഈ ഒരു സമയത്ത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്ത് നല്ലൊരു കടിപ്പ് വരും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.